അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാലാമത്തെ ചാപ്റ്റർ അൽ ഹിന്ദു അർദുൽ ഹിക്മത്തി വൽ അസാത്തിർ. ഇന്ത്യ വിജ്ഞാനങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും നാട് എന്ന് പറയുന്ന അധ്യായമാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെക്കുറിച്ച്, ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ വിശാലമായിട്ട് പഠിച്ചതാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങളെ ആണ് പരീക്ഷാ സംബന്ധമായിട്ട് ഫുൾ മാർക്ക് കിട്ടാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. അൽ ഹിന്ദു, ഒന്നാമത് നമ്മൾ സമ്മറിക്കുക വേണ്ട ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അൽ ഹിന്ദു ബലദുൻ അരീഖുൻ ഇസ്തഹറ ബിൽ ഹികമി വൽ അസാതീരി വൽ ഉലൂമി വൽ ഫൽസഫാത്ത്. ഇന്ത്യ എന്നുള്ളത് ബലദുൻ അരീഖുൻ, വളരെ ആഴമുള്ള പാരമ്പര്യമുള്ള ഒരു നാടാണ് ഇന്ത്യ. അരീഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൈതൃകമുള്ള നാട് എന്നുള്ള അർത്ഥത്തിലാണ്. ആഴമുള്ള പാരമ്പര്യം. ഇസ്തഹറ ബിൽ ഹൈക്കമി, വിജ്ഞാനങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ്. വൽ അസാത്തീരി, ഇതിഹാസങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ്. വൽ ഉലൂമി, വിജ്ഞാനങ്ങൾ കൊണ്ട്. വൽ ഫൽസഫാത്ത്, ഫിലോസഫികളെ കൊണ്ട് പ്രസിദ്ധമാണ്. ഒമിൻ അഷ്ഹുരി കുത്തുബിഹ അൽ ഖദീമ കലീല വദിംന. ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള ഗ്രന്ഥമെന്ന് പറയുന്നത് കലീല വദിംനയാണ്. കലീല വദിംന എന്ന് പറയുന്നത് പഞ്ചതന്ത്ര കഥകളുടെ ഒരു പുസ്തകമാണ് കലീല വദിംന. കലീല വദിംന എന്നുള്ള അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകത്തിൻ്റെ പേരാണ്. അത് ഇന്ത്യയിലെ സംസ്കൃതം ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അതിൻ്റെ അറബിക് നെയിമാണ് കലീല വദിംന. ഹക്കമഹ, ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ട്. മുലൂക്കുൻ കസീറൂൻ, ധാരാളം രാജാക്കന്മാർ. മലിക് എന്ന് പറഞ്ഞ രാജാവാണ്. മുലൂക്ക് എന്ന് പറഞ്ഞ രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. കസീറൂൻ, ധാരാളം. മിസൽ അശോകനെ പോലെ. അക്ബർ ചക്രവർത്തിയെ പോലെ. ഷാജഹാനെ പോലെ. ഇങ്ങനെ കുറേ ആൾക്കാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. തറക്കൽ മുഗൾ ആസാറൻ അദീമ, മുഗൾ രാജവംശം ഇവിടെ ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ ബാക്കി വെച്ചിട്ടുണ്ട്. മിസല താജ്മഹൽ പോലെ, ലോക അത്ഭുതങ്ങൾപ്പെട്ട താജ്മഹൽ പോലെ. വൽ ഖൽഅത്തുൽ ഹംറാ, ചെങ്കോട്ട പോലെ. ഇസ്തഅമറഹ അൽ ഇൻജിലീസു ബഅദ അൻ ഇസ്തഗല്ലു അൽ ഖിലാഫാത്ത് ബൈനൽ മുലൂക്ക്. ഇസ്തഅമറഹ അൽ ഇൻജിലീസ്, ഇംഗ്ലീഷുകാർ അതിനെ കോളനിവൽക്കരിച്ചു, അവരുടെ കോളനിയാക്കി മാറ്റി. ബഅദ അൻ ഇസ്തഗല്ലു അൽ ഖിലാഫാത്ത് ബൈനൽ മുലൂക്ക്, രാജാക്കന്മാർക്കിടയിൽ, ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യ ആയിരുന്നില്ല അന്ന്. വിവിധ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് ഇന്ത്യ. ആ നാട്ടുരാജാക്കന്മാർക്കിടയിൽ പരസ്പരം ശത്രുതയുണ്ടാക്കി അവരെ തമ്മിലടിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ കോളനി ഉണ്ടാക്കിയത്. അതാണ് പറഞ്ഞത് ഇസ്തഅമറഹ അൽ ഇൻജിലീസു ബഅദ അൻ ഇസ്തഗല്ലു അൽ ഖിലാഫാത്ത് ബൈനൽ മുലൂക്ക്. സുമ്മ നാലത്, പിന്നെ നേടി. നാല എന്ന് പറഞ്ഞാൽ നേടി എന്നാണ്. ഇസ്തിഖ്ലാലഹ, അതിൻ്റെ സ്വാതന്ത്ര്യം. സനത്ത് 1947 ബി ഖിയാദത്ത് ഗാന്ധിയുടെ നേതൃത്വത്തിൽ. നെഹ്റുവിൻ്റെയും വഗൈരിഹിം, മറ്റുള്ളവരും. ഓക്കെ, അപ്പോൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ ഒരു ചാപ്റ്ററിന് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട നാടുകളും അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ്, ശേഷിപ്പുകളെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി പറയുന്നത്. ഒന്നാമത് ഡൽഹി ആസിമത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ഡൽഹി. രണ്ട് കുത്തുബ് മിനാർ വൽ ആസാറുൽ കബീർ. കുത്തുബ് മിനാർ ബുർജുൻ ഷാഹിഖുൻ, ഉയർന്നു നിൽക്കുന്ന ഒരു ടവറാണ് കുത്തുബ് മിനാർ. ബുനിയ സന 1193 അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വയബുലഗു ഇർതിഫാഉഹു 83 മീറ്ററാണ് അതിൻ്റെ ഉയരം. ഒമിൻ അത്ര. ഓക്കെ, അപ്പോൾ കുത്തുബ് മിനാറിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം. ഇത് വിശാലമായിട്ട് ചാപ്റ്ററിലുണ്ട്, നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ പോയിന്റ്സുകൾ ആഡ് ചെയ്യാം. ഞാൻ ഏറ്റവും കോറായിട്ടുള്ള സാധനമാണ് പറയുന്നത്. മനാഖുൽ ഹിന്ദ്, ഇന്ത്യയിലെ കാലാവസ്ഥ. ലിൽ ഹിന്ദി സലാസത്തു മവാസിം, ഇന്ത്യക്ക് 3 കാലാവസ്ഥകളാണ്. ഷിത ഉണ്ട്, സ്വൈഫ് ഉണ്ട്. ഷിത എന്ന് പറഞ്ഞാൽ വർഷക്കാലം, വസൈഫ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, മൗസിമുൽ അംതാർ എന്ന് പറഞ്ഞാൽ മൺസൂൺ സീസൺ. ഓക്കെ, ഈ 3 സീസൺ. ഈ 3 സീസണുകളും
ഏത് മാസങ്ങളിലാണ് വരുന്നത് എന്നുണ്ട്, അത് നോക്കി വെക്കുക. അടുത്തത് ആഗ്ര. ആഗ്ര എന്ന് പറയുന്നത് യു പിയിലെ ഉത്തർപ്രദേശിലെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പേരാണ് ആഗ്ര. ഓക്കെ. ആഗ്ര മദീനത്തുൻ, അതൊരു സിറ്റിയാണ്. ഇസ്ദഹറത്ത് ബിൽ ആസിരിൽ മുഗോലി, മുഗൾ രാജവംശകാലത്ത് ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, പുഷ്പിച്ചു നിന്ന ഒരു നഗരമാണ് ആഗ്ര. വക്കാനത്ത് ആസിമത്തുൻ ഖദീമ, അത് മുഗൾ രാജവംശത്തിൻ്റെ പഴയ തലസ്ഥാനം കൂടിയാണ് ആഗ്ര. അടുത്ത ജയ്പൂർ. ജയ്പൂർ തുഅറഫു ബിൽ മദീനത്തി സഹരിയ, പൂക്കളുടെ നഗരമെന്നാണ് ജയ്പൂർ അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ അതിമനോഹരമായിട്ടുള്ള നഗരമാണ് ജയ്പൂർ. ബിസബബി ലൗനി മബാനിഹ അൽ ഖദീമ, പഴയ ആ നിർമ്മാണങ്ങളുടെ നിറം കൊണ്ട്. അവിടെ പിങ്ക് സിറ്റി ഉണ്ട്, ബ്ലൂ സിറ്റി ഉണ്ട്, അതുപോലെ വൈറ്റ് സിറ്റി ഉണ്ട്, അങ്ങനെ കുറേ നഗരങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സിറ്റികൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ പൂക്കളുടെ നഗരം എന്നറിയപ്പെടുന്ന ഒരു നഗരമാണ് ജയ്പൂർ. അടുത്ത മുംബൈ മദീനത്തുൻ നഷീതത്തുൻ, ഒരു ആക്റ്റീവായിട്ടുള്ള 24 മണിക്കൂർ ഉണർന്നു നിൽക്കുന്ന ഒരു നഗരമാണ് മുംബൈ. വഹിയ മർക്കസു സിനിമ, അത് സിനിമയുടെ കേന്ദ്രമാണ്. ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രമാണ് ഇത് മുംബൈ എന്ന് പറയുന്നത്. മദ്രാസിനെ പറ്റി പറയാം. മദ്രാസ് എന്ന് പറഞ്ഞാൽ ചെന്നൈ, ഇന്നത്തെ ചെന്നൈ, തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ചെന്നൈയാണ് മദ്രാസ്. തഖഉ അല സാഹിലി ശർഖി, കിഴക്കൻ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മദ്രാസ്. ലിൽ ഹിന്ദ്, ഇന്ത്യയുടെ. വതുഅറഫു ബി ബവാബത്തിൽ ജനൂബ്, ബവാബത്തിൽ ജനൂബ് എന്നറിയപ്പെടുന്നു, അതായത് തെക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ് കേരളം തമിഴ്നാടൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ്. അടുത്ത അൽ ജാമിയാത്ത്, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ. അൽ ജാമിയാത്ത് ഫിൽ ഹിന്ദ് തൂജദ് ഫിൽ ഹിന്ദി നഹ്വ 900 ജാമിയ, ഏകദേശം 900ഓളം യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. മിൻഹ ഹവാലി 30 ജാമിയ തുദറസുൽ അറബിയ, ഏകദേശം 30ഓളം യൂണിവേഴ്സിറ്റികളിൽ അറബി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. വദ്ദിറാസാത്തുൽ ഇസ്ലാമിക് സ്റ്റഡീസും. അമീൻ അഷ്ഹുരിഹ ജാമിയത്തു ജവഹർലാൽ നെഹ്റു, അതിലേറ്റവും പ്രധാനമാണ് JNU, ജാമിയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി, അൽ ജാമിയത്തുൽ മില്ലിയ അൽ ഇസ്ലാമിയ, ജാമിയ മില്ലിയ, അലിഗഡ് യൂണിവേഴ്സിറ്റി, ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലാണ്, അലിഗഡ് UP-യിലാണ്, ജാമിയ മില്ലിയ ഡൽഹിയിലാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഏകദേശം 30ഓളം യൂണിവേഴ്സിറ്റികൾ അറബി ഭാഷ, ഇസ്ലാമിക് സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ ഇത് വരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല സമ്മറി എഴുതാനുള്ള സാധനങ്ങൾ അതിലുണ്ട്. കമ്മിലിൽ ഫറാഖ് ബി കലിമ മുനാസിബ, യോജിച്ചത് ചേർത്തുകൊണ്ട് ചേർക്കുന്നത്. പുസ്തകത്തിലെ ഒരു ആക്ടിവിറ്റിയാണ്, ഇതിൽ ശരിയാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ തന്നെ പഠിക്കാം. ഇസ്തഖല്ലത്തിൽ ഹിന്ദു, ഇന്ത്യ സ്വതന്ത്രമായി. ഹിന്ദ് എന്ന് അവിടെ ഉണ്ടാവില്ല കേട്ടോ, അപ്പോൾ അവിടെ ഹിന്ദ് ചേർത്ത് കൊടുക്കാനാണ്. 1947. കുത്തുബ് മിനാർ ബുർജുൻ റായിം ബുനിയ ആം 1993. 1193 നിർമ്മിക്കപ്പെട്ട ടവർ എന്ന് പറയുന്നത് കുത്തുബ് മിനാറാണ്. ആഗ്ര മദീനത്തുൻ ഇസ്ദഹറത്ത് ഫി അഹദിൽ അദാറത്തിൽ മുഗോളിയ, മുഗൾ നാഗരികതയിൽ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, പുഷ്പിച്ചു നിന്നിട്ടുള്ള നഗരമാണ് ആഗ്ര. ഓക്കെ, ഇസ്ദഹറ എന്നാണ് പുഷ്പിക്കുക എന്നാണ്. ലിവാ ഉൽ ഹിന്ദ്, ഇന്ത്യൻ്റെ കൊടിയെ പറ്റി പറയാണ്. അൽവാനുഹു അഫി, അതിൻ്റെ ജാഫറാനി നട്ട, ജാഫറാൻ എന്ന് പറഞ്ഞാൽ കുങ്കുമ നിറമാണ്. വല്ല അബിയൽ വെള്ള, വല്ല അഖ്ലർ പച്ച, ഇങ്ങനെ 3 നിറമാണ് ഇതിനുള്ളത്, ഇന്ത്യൻ്റെ കൊടിക്കുള്ളത്. മുംബൈ മദീനത്തുൻ തഷ്തഹർ ബി വവാൽ ഹിന്ദ്, ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് ബോംബെയാണ്. ഓക്കെ, തെക്കിൻ്റെ കവാടം എന്നുള്ള അറിയപ്പെടുന്നത് ചെന്നൈയാണ്, ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മാ ആസിമത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ്? ഡൽഹിയാണ്. അതിന് തക്ക താജ്മഹൽ എവിടെ ചെയ്യുന്നത്? ആഗ്രയിലാണ്. മൻ ബന മനാറത്തുൽ കുത്തുബ്, ആരാണ് കുത്തുബ് മിനാർ നിർമ്മിച്ചത്? മൻ ബന, ആര് നിർമ്മിച്ചു? മനാറത്ത് കുത്തുബ് മിനാർ കുത്തുബുദ്ദീൻ ഐബക്കാണ്. മൻ ബന അൽ മസ്ജിദുൽ ജാമിഅ ബി ദിൽഹി, ഡൽഹി ജുമാ മസ്ജിദ് ആരാണ് നിർമ്മിച്ചത്? ഷാജഹാനാണ് നിർമ്മിച്ചത്. ഫി ഐ ലുഗത്തിൻ കാനത്ത് കിതാബു ഖലീല വ ദിംന, നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഒരു പഴയ പുസ്തകമാണ്
പഞ്ചതന്ത്ര കഥകളുടെ പുസ്തകമാണ് കലീലാവതിംന. ആ കലീലാവതിംന ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? സംസ്കൃത ഭാഷയിലാണ്. മൻ ഷാജഹാൻ, ആരാണ് ഷാജഹാൻ? ഇംബ്രാത്തൂരി മുഗൂലി ബുനിയ താജ്മഹൽ. താജ്മഹൽ നിർമ്മിച്ച മുഗൾ രാജാവാണ് ആര്? ഷാജഹാൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മത്ത ബുനിയത് ബവാബ് അൽ ഹിന്ദ് ഫി മുംബൈ. മുംബൈയിൽ എപ്പോഴാണ് ബവാബ് അൽ ഹിന്ദ്, ഇന്ത്യൻ ഗേറ്റ് നിർമ്മിച്ചത്? എന്ത ഖുദൂമിൽ മലിക് ജോർജ് അൽ ഖാമിസ്. ഇംഗ്ലണ്ടിൽ നിന്നും ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെ കടന്നുവരവോടുകൂടിയാണ്, അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബവാബ് അൽ ഹിന്ദ് മുംബൈയിൽ നിർമ്മിക്കപ്പെട്ടത്. അസുരിൽ ബരീത്വാനി, ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്, ബ്രിട്ടനിൽ നിന്നാണ്. അടുത്തത്, ഉക്തുബ് അസ്മ ഖംസ ജാമിഅത്ത് കബീറ ഫിൽ ഹിന്ദ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 5 യൂണിവേഴ്സിറ്റികളുടെ പേര് പറയാം. ജാമിയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അൽ ജാമിയ മില്ലിയ അൽ ഇസ്ലാമിയ, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ജാമിയ അലിഗഡ് യൂണിവേഴ്സിറ്റി, ജാമിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റികളുടെ പേര് എന്ത് ചെയ്യേണ്ടി വരും? ക്വസ്റ്റ്യൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? അത് നല്ല ശ്രദ്ധിക്കണം, എന്നാലേ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഇല ഐ മലിക് യൂൻസബ് ഷിആറുൽ ഹിന്ദ്. ഇന്ത്യൻ്റെ എംബ്ലം, ഇന്ത്യൻ്റെ ലോഗോ ആരിലേക്കാണ് ചേർക്കപ്പെടുന്നത്? അൽ മലിക് അശോക ചക്രവർത്തിയിലേക്കാണ്. അയിന തക്ക അർവ ഹദീഖ അൽ ഹൈവാനാത്ത് ഫി ജനൂബിൽ ഹിന്ദ്. തെക്കേ ഇന്ത്യയിൽ, സൗത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സൂ എവിടെയാണ് സ്ഥിതി? ഹദീഖത്തുൽ ഹൈവാനാത്ത് എന്ന് പറഞ്ഞാൽ സൂ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? മൃഗശാല. അത് മദ്രാസിലാണ്, ചെന്നൈയിലാണുള്ളത്. സിൽ ബൈനൽ ആമുദൈൻ ചേർത്തെഴുതുക. കലീലാവതിംന കിതാബുൽ കുത്തിബ അസ്ലുഹു ബിൽ ലുഗത്ത് സംസ്കൃതിയ. കലീലാവതിംന സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ടുള്ള ഗ്രന്ഥമാണ്. ഇപ്പോൾ ചേരുമ്പടി ചേർക്കാനാണ് പുസ്തകത്തിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. താജ്മഹൽ ലൊറീഹു മുംതാസ് സൗജത്ത് ഷാജഹാൻ. ഷാജഹാൻ്റെ ഭാര്യ മുംതാസിൻ്റെ ലൊറീഹാണ്. ലൊറീഹ് എന്ന് പറഞ്ഞാൽ ശവകുടീരമാണ് താജ്മഹൽ എന്ന് പറയുന്നത്. ലൊറീഹ് ഹുമയൂൺ ടോംബ്. ഇസ്തൂഹിയ തസ്മീമു താജ്മഹൽ ഫി തസ്മീമിഹി. താജ്മഹൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഹുമയൂൺ ടോംബിൻ്റെ മാതൃകയിലാണ്. അൽ മസ്ജിദുൽ ജാമിയ ബുനി ആം 1657 മസ്ജിദുൽ ജാമിയ നിർമ്മിക്കുന്നത്. കുത്തുബ് മിനാർ ബുനിയ 1193. വയബ്ലഗു ഇർതിഫാഉഹു, അതിൻ്റെ ഉയരെന്ന് പറയുന്നത് 83 മീറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ജംഅ് മുഫ്രദ്, മഅലമു മആലിം, മസ്ജിദ് മസാജിദ്, മത്ഹഫ് മത്താഹിഫ്. മത്ഹഫ് എന്ന് പറഞ്ഞാൽ മ്യൂസിയമാണ്, മ്യൂസിയങ്ങൾ. അസാത്തീർ എന്ന് പറഞ്ഞാൽ ലെജൻസ്, ഉസ്തൂറത്ത്. അതിൻ്റെ ഉസ്തൂറത്തിൻ്റെ ജമ്മാണ് അസാത്തീർ, ലെജൻസ് എന്നർത്ഥം. ഖുസൂർ, ഖുസൂർ കൊട്ടാരം. ഖുസൂർ എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങൾ, പാലസ് അല്ലേ. കുത്തുബുൽ മദീനത്ത് എന്ന് പറഞ്ഞ നഗരം എന്നാണ്. അതിൻ്റെ ജമ്മ് മുദൻ എന്നാണ്. ഓക്കെ. ലറീഹ് അദരിഹത്ത്. ലറീഹ് എന്ന് പറഞ്ഞാൽ ശവകുടീരത്തിനാണ്. അദരിഹ് എന്നാണ് ജമ്മ്. മബന മബാനി അല്ലെങ്കിൽ മബാനി എന്ന് പറയും, മബനയുടെ ജമ്മ്. ഷഹർ എന്ന് പറഞ്ഞ മാസം, അതിൻ്റെ ജമ്മ് ഷുഹൂർ. ജാമിഅത്ത് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, ജാമിഅത്ത് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട നല്ല മാർക്ക് നമുക്ക് നേടാൻ പറ്റും. അതിൻ്റെ പുറമെ പുസ്തകം നന്നായിട്ട് റെഫറൻസ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.